ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് മലയാളം എക്സാം ആയിരുന്നു അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിത്രം നോക്കിയിട്ട് പേര് പറയാൻ അല്ലേ? ഫസ്റ്റ് പിക്ചർ എന്താണ്? വല. ഓക്കെ, നെക്സ്റ്റ് ഫലം. എല്ലാവരും ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? മലയാളത്തിൽ എന്താ പഴങ്ങൾക്ക് പറയുക? ഫലം. ഓക്കെ, നെക്സ്റ്റ് തത്ത, പറ, നദി. ഓക്കെ, 10 സ്കോറാണ് കേട്ടോ. നെക്സ്റ്റ് ചിത്രങ്ങളുടെ പേരും വിട്ടുപോയ അക്ഷരവും പറയുക. ചിത്രങ്ങളുടെ പേരും വിട്ടുപോയ അക്ഷരവും പറയാം. നമുക്കിവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് എഴുതാനില്ലേ? മണി, മാ. ഓക്കെ, നെക്സ്റ്റ് മുയൽ, യ, മുയൽ. നെക്സ്റ്റ് വളേൻ്റെ പിക്ചറാണ് അല്ലേ? അപ്പോൾ വാ, വള. നെക്സ്റ്റ് തവള, ത വാന്നുണ്ട്, അപ്പം നമ്മൾ ഏത് എഴുതി കൊടുക്കും? തവള. നെക്സ്റ്റ് കപ്പൽ, ഇൽ, നമ്മുടെ ചില്ലക്ഷരായ ഇൽ, കപ്പൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്രമമായിട്ട് പൂരിപ്പിക്കുക വേണം, പറയുകയും വേണം. താ കൊടുത്തിട്ടുണ്ട്, പാ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യനുകൾ വന്ന അതേ ക്വസ്റ്റ്യനുകളാണ് വന്നിട്ടുള്ളത് അല്ലേ? താ താ ദന്തന്ന, പാ ഫ ബം ബമ്മ. എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 സ്കോർ. ഓക്കെ, നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഓരോ വാക്ക് പറയുക. ഓരോ വാക്ക് പറയാൻ രാ വെച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? രഥം, കുതിര ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ഷ, ശലഭം, സ, സർപ്പം, സിംഹം. ഓക്കെ, നെക്സ്റ്റ് ത, തത്ത. നെക്സ്റ്റ് പ, പശു. ഓക്കെ, നെക്സ്റ്റ് ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ദ ഫോളോയിങ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന സെയിം പിക്ചറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഷ, ഷ എങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടത്? ഷ വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ശലഭം. ഓക്കെ, ഞാ വെച്ചിട്ട് ഞണ്ട്, ഹ വെച്ചിട്ട് ഹംസം, സ വെച്ചിട്ട് സർപ്പം, ദ വെച്ചിട്ട് ദന്തം. ഒരു നഴ്സറി ഗാനം പാടാനാണ് അടുത്ത ക്വസ്റ്റ്യന് അല്ലേ? ഇതിന് 10 സ്കോറാണ് കേട്ടോ. നമ്മളെ മരം ഒരു വരം എന്നുള്ള പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ 8 കാലുള്ളൊരു ജീവിയാണ് എന്നുള്ള പാട്ടും. ഈ 2 പാട്ട് പാടിയാലും ഏതായാലും 2 സ്കോറാണ്. ഓക്കെ.